കോമൺ സ്കൂളിലെ പ്രവേശന പരീക്ഷയ്ക്കെത്തിയ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നേരെ വധശ്രമം ഉണ്ടായതിനെക്കുറിച്ച് രഹസ്യ വിവരം കിട്ടിയ പ്രിൻസസ് അടുത്ത ദിവസം രാവിലെ അത് രാജ്ഞിയെ അറിയിക്കാനായി കൊട്ടാരം സദസ്സിലെത്തുന്നു. ആ സമയത്ത് അവിടെ ലുവോഷിയും മന്ത്രി സാങ്ങും പ്രിൻസും ഒക്കെ ഉണ്ടായിരുന്നു. ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് മന്ത്രി സാങ് ആണ് അങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്ന് പ്രിൻസസ് ആരോപിക്കുന്നു. പക്ഷേ മന്ത്രി അത് നിഷേധിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്നവർ തമ്മിൽ ഇതിനെപ്പറ്റി ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്രമണം നടത്തിയത് മന്ത്രി തന്നെയാണ് എന്ന് എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഷെന്തു അവിടേക്ക് വരുന്നു. ആക്രമണം ഉണ്ടായ സമയത്ത് വിദ്യാർത്ഥികളെ രക്ഷിച്ചതിനെ പറ്റി അവൻ പറയുന്നുണ്ട്. ആക്രമണ സ്ഥലത്ത് നിന്ന് കിട്ടിയ ആയുധങ്ങളുമായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. ആ ആയുധങ്ങൾ പ്രിൻസിൻ്റെ പേഴ്സണൽ ഗാർഡ്സിൻ്റെതാണ്. അത് മാത്രമല്ല അക്രമികൾ പ്രിൻസിൻ്റെ പേരും പറഞ്ഞിരുന്നു. അതുകൊണ്ട് പ്രിൻസ് തന്നെയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അവനും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ പ്രിൻസ് രാജ്ഞിയുടെ മുന്നിൽ നിഷ്കളങ്കത കാണിക്കുന്നു. മന്ത്രി സാങ്ങും പ്രിൻസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഷെന്തു ആക്രമണം നടത്തിയത് പ്രിൻസ് അല്ല എന്ന് പറഞ്ഞത്. കുറച്ചു മുമ്പ് അവൻ തന്നെയാണ് പ്രിൻസാണ് ആക്രമണം നടത്തിയതെന്ന് പറഞ്ഞത്. ഇപ്പോൾ പിന്നെ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് രാജ്ഞി ചോദിക്കുന്നുണ്ട്. അവൻ സംഭവിച്ചതൊക്കെ വിശദമായി പറയുന്നു. ആ സ്റ്റുഡൻസിനെ 3 സംഘമാണ് ശരിക്കും ആക്രമിച്ചത്. ആദ്യത്തെ സംഘം മന്ത്രി സാങ് അയച്ചത് തന്നെയാണ്. അവർക്ക് തങ്ങളുടെ അധികാരം കാണിക്കണമെന്ന് മാത്രമേ ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ രണ്ടാമതെത്തിയ സംഘം പ്രിൻസ് ഷിയാൻ പറഞ്ഞയച്ചവരാണ്. പക്ഷേ മൂന്നാമതെത്തിയ സംഘം ഇവരെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നത്. അവർക്ക് നേരെ മറിഞ്ഞു നിന്ന് ആയുധങ്ങൾ പ്രയോഗിക്കുകയും ചെയ്തു. തക്ക സമയത്ത് ഞാൻ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. എന്തായാലും ആ സംഘത്തെ അയച്ചിരിക്കുന്നത് പ്രിൻസോ മന്ത്രിയോ അല്ല എന്ന് ഷെന്തു പറയുന്നുണ്ട്. ശരിക്കും ആരാണ് ആക്രമണം നടത്തിയത് എന്ന് അന്വേഷിക്കാൻ രാജ്ഞി അവനെ തന്നെ ചുമതലപ്പെടുത്തുന്നു. അത് മാത്രമല്ല ആ സ്റ്റുഡൻസിന്റെ സുരക്ഷാ ഉത്തരവാദിത്തം മന്ത്രി സാങ്ങിനെയും പ്രിൻസിനെയും കൂടി ഏൽപ്പിക്കുന്നുമുണ്ട്. ഇനി അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിന് ഉത്തരവാദിത്തം പറയേണ്ടി വരുന്നത് നിങ്ങൾ രണ്ടുപേരുമായിരിക്കും. അതുകൊണ്ട് അവരുടെ സുരക്ഷ ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് രാജ്ഞി പറയുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ മന്ത്രി സാങ് ഷെന്തുവിന്റെ അടുത്തെത്തി തങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് സഹായിച്ചതിനുള്ള നന്ദി അറിയിക്കുന്നു. പക്ഷേ ഞാൻ എൻ്റെ ജോലി മാത്രമാണ് ചെയ്തത് എന്ന് ഷെന്തു പറയുന്നുണ്ട്. ഈ സമയത്ത് അവിടേക്ക് വന്ന ലുവോഷി ഷെന്തുവിനെ മോശക്കാരനാക്കുന്ന രീതിയിൽ കുത്തുവാക്കുകൾ പറയുന്നു. ഷെന്തു അതിന് തക്ക മറുപടിയും നൽകുന്നുണ്ട്. അവർ തമ്മിൽ ഇങ്ങനെ ഒരു ഫൈറ്റ് നടക്കുന്നത് മന്ത്രി മാറിയെന്ന് ആസ്വദിക്കുന്നു. എന്തായാലും കൂടുതൽ സമയം അവിടെ നിൽക്കാതെ ഷെന്തു അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇമ്പീരിയൽ ഗാർഡ്സിനൊപ്പം ഷെൻഹുവോയുടെ കേസ് അന്വേഷിക്കാനുള്ള പെർമിഷൻ കിട്ടിയതിന്റെ സന്തോഷം യാൻഷിങ് അന്ന് തന്റെ ഫ്രണ്ട്സുമായി ഒരുമിച്ച് കൂടി ആഘോഷിക്കുന്നുണ്ട്. ചുച്ചുവും ഇൻസ്പെക്ടർ ഷൂവും ചുച്ചുവിന്റെ ബോഡി ഗാർഡുമാണ് അവിടെ ഉള്ളത്. കേസ് അന്വേഷണത്തിനിടയിൽ യാൻഷിങ്ങിന് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അക്കാര്യം പറയാൻ മടിക്കരുത്, കൂടെ നിൽക്കാൻ തയ്യാറാണ് എന്ന് ഇൻസ്പെക്ടർ ഷൂവും ബോഡി ഗാർഡും ഒക്കെ അവളെ അറിയിക്കുന്നു. എല്ലാവരും കൂടി അവിടെ ഇരുന്ന് ഓരോ വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് ബർത്ത് മാർക്ക് മാറാനുള്ള എന്തെങ്കിലും വഴി അറിയാമോ എന്ന് ചുച്ചു അവരോട് ചോദിച്ചത്. സ്വർണത്തിൽ തീർത്ത മോതിരം കൊണ്ട് പതിവായി ഉരസിയാൽ ബർത്ത് മാർക്ക് മാറുമെന്ന് കേട്ടിട്ടുള്ളതിനെ പറ്റി ഇൻസ്പെക്ടർ ഷൂ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. സ്വർണ്ണമോതിരം ഉണ്ടാക്കുക എന്നത് ചുച്ചുവിനെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൾ ശരിക്കും ഹാപ്പിയാവുന്നു. കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട തൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഇത് ചോദിച്ചത് എന്നും അവൾ അവരോട് പറയുന്നുണ്ട്. അതിനുശേഷം അവൾ എഴുന്നേറ്റ് കുറച്ച് വൈൻ എടുക്കാനായി പോകുന്നു. അവൾ തന്നേക്കാൾ കൂടുതൽ മറ്റേതോ ഫ്രണ്ടിനെ കെയർ ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ അവളുടെ ബോഡി ഗാർഡിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൾക്ക് പുതിയ ഏതെങ്കിലും ഫ്രണ്ടിനെ കിട്ടിയോ എന്ന് അവൻ യാൻഷിങ്ങിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ യാൻഷിങ്ങിന് അങ്ങനെ ആരെയും അറിയാമായിരുന്നില്ല. ഈ സമയത്താണ് ചുച്ചു വൈനുമായി തിരികെ എത്തി. കുറച്ചപ്പുറത്ത് കുറച്ച് സുന്ദരന്മാരിരുന്ന് വൈൻ കഴിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും സുന്ദരനായിട്ടുള്ള ആൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യാൻഷിങ്ങിനെ തിരക്കി തങ്ങളുടെ ഓഫീസിൽ എത്തിയിരുന്നു എന്ന് പറയുന്നത്. എന്നിട്ട് അവനെ കാണിച്ചു കൊടുക്കാനായി യാൻഷിങ്ങിനെയും പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ എത്തിയപ്പോഴാണ് പാഞ്ചിയാണത് എന്ന് യാൻഷിങ്ങിന് മനസ്സിലാവുന്നത്. അവൻ വേറെ കുറച്ച് കൂട്ടുകാർക്കൊപ്പം ഇരുന്ന് വൈൻ കഴിക്കുകയാണ്. എക്സാം അടുത്ത ഈ സമയത്ത് അവനിങ്ങനെ കുടിച്ച് നടക്കുന്നതിനെ പറ്റി അവൾ അകലപ്പെട്ടപ്പോൾ എക്സാമൊക്കെ വെറുതെ ഒരു പ്രഹസനം മാത്രമാണ്, പണക്കാരായ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം കിട്ടുക, ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾക്ക് അധികാര സ്ഥാനങ്ങളിലൊന്നും എത്തപ്പെടാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നൊക്കെ പാഞ്ചി വിഷമത്തോടെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവർക്ക് നേരെ ആക്രമണമുണ്ടായ സമയത്ത് ഷെന്തു അവരെ രക്ഷപ്പെടുത്തിയിരുന്നല്ലോ. ആ സമയത്ത് അവനും ഷെന്തുവും തമ്മിൽ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. അറിവും ബുദ്ധിയും ഉള്ളതുകൊണ്ട് മാത്രം എങ്ങും എത്തിപ്പെടാൻ സാധിക്കില്ല എന്ന് ഷെന്തുവിന്റെ വാക്കുകളിൽ നിന്ന് പാഞ്ചിക്ക് ബോധ്യപ്പെട്ടിരുന്നു. അധികാരവും കുടുംബ മഹിമയും ഒക്കെ ഇവിടെ വളരെ പ്രധാനമാണ്. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പരീക്ഷയിൽ ഇനി പാസ്സായിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല എന്നൊരു തോന്നൽ കാരണമാണ് അവനിങ്ങനെ നിരാശനായി കുടിക്കാൻ വന്നിരുന്നത്. അതിനെപ്പറ്റിയൊന്നും അവൻ യാൻഷിങ്ങിനോട് പറയുന്നില്ല. എന്തായാലും യാൻഷിങ് ഒരു കുതിരവണ്ടി ഏർപ്പെടുത്തി അവനെയും കൂട്ടുകാരെയും അവിടെ നിന്ന് തിരികെ അവരുടെ താമസ സ്ഥലത്തേക്ക് അയക്കുന്നുണ്ട്. എന്താണ് അവനിങ്ങനെ കുടിച്ച് നശിക്കുന്നത് എന്ന് മനസ്സിലാവാതെ അവൾ ആകെ കൺഫ്യൂഷനായി നിന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം അവർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ പറ്റിയൊക്കെ ഇൻസ്പെക്ടർ ഷൂവും മറ്റുള്ളവരും കൂടി അവൾക്ക് പറഞ്ഞു കൊടുത്തത്. ഷെന്തുവാണ് അതിസാഹസികമായി അവരെ രക്ഷപ്പെടുത്തിയതെന്നും കൂടി അവർ പറഞ്ഞ് അവൾ അറിയുന്നു. അങ്ങനെ ഒരു സംഭവമൊന്നും യാൻഷിങ് ഇതുവരെ അറിഞ്ഞിരുന്നില്ല.
ഷെന്തു ഇതിനെപ്പറ്റിയൊന്നും അവളോട് പറഞ്ഞില്ലേ എന്നും അവർ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് വണ്ടിയിലിരിക്കുന്ന പാഞ്ചി അവൾ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി നിന്ന് എന്തോ ആലോചിക്കുന്നുണ്ട്. സത്യത്തിൽ അവൻ ആ സിറ്റിയിലേക്ക് വന്നത് തന്നെ അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. കത്തിലൂടെ മാത്രം പരിചയപ്പെട്ട അവളെ നേരിൽ കാണുന്നതിൻ്റെ സന്തോഷത്തോടെയായിരുന്നു അവനും അങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ അന്ന് പറഞ്ഞിരുന്ന സമയത്ത് അവർക്ക് തമ്മിൽ കാണാൻ പറ്റിയില്ലല്ലോ. അതിനുശേഷം അവൻ അവളെ അന്വേഷിച്ച് മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിൽ ചെന്നിരുന്നു. ആ സമയത്താണ് ചുച്ചു അവനുമായി മീറ്റ് ചെയ്തത്. അന്ന് ചുച്ചുവിനോട് സംസാരിച്ചപ്പോഴാണ് അവളുടെ വിവാഹം കഴിഞ്ഞുവെന്നും ഷെന്തുവാണ് അവളുടെ ഭർത്താവ് എന്നുമൊക്കെ അവൻ അറിയുന്നത്. സത്യത്തിൽ കത്തിലൂടെ പരിചയമായ അവന് അവളോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ വിവാഹം കഴിഞ്ഞുവെന്ന് അറിഞ്ഞപ്പോൾ അവൻ കുറച്ച് നിരാശനായിരുന്നു. മാത്രമല്ല വളരെ നൊട്ടോറിയസ് ക്രിമിനൽ എന്ന രീതിയിൽ പേര് കേട്ടിരിക്കുന്ന ഷെന്തുവിൻ്റെ ഭാര്യയാണ് അവളെന്ന് കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവന് ആകെ വിഷമമാവുന്നു. അത് മാത്രമല്ല അവൻ അവിടെ നിന്ന് തിരികെ പോകുന്ന സമയത്ത് ജനങ്ങൾക്കിടയിൽ ഷെന്തു യാൻഷിങ്ങിനെ ഉപദ്രവിക്കുന്നതിനെ പറ്റി പലതും പ്രചരിക്കുന്നതും അവൻ കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഷെന്തുവിൻ്റെ കയ്യിൽ നിന്ന് യാൻഷിങ്ങിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നൊക്കെ അവൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതും നടക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഓർത്ത് അവനാകെ വിഷമിക്കുന്നുണ്ട്. യാൻഷിങ് എന്ന കുറെ വൈകിയാണ് വീട്ടിലേക്ക് എത്തിയത്. അവൾ എത്തിയപ്പോൾ തന്നെ ഷെന്തുവിൻ്റെ അസിസ്റ്റന്റും കാര്യസ്ഥനും കൂടി അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് കുറേ സമയമായി ഷെന്തു അവളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്താണ് അവൾ ഇത്ര വൈകിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവൾ ആകെ അത്ഭുതപ്പെടുന്നു. ഷെന്തു ഇതുവരെ ആഹാരം കഴിച്ചിട്ടില്ല എന്നും അവർ ക്ലൂ നൽകുന്നുണ്ട്. അവൻ അപ്പോഴും അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിനെ കുറെ പുകഴ്ത്തുന്നുണ്ട്. അവൾ എന്താണ് ഇത്ര വൈകിയത് എന്നൊക്കെ ഷെന്തു അവളോട് ചോദിക്കുന്നു. ഫ്രണ്ട്സിനൊപ്പം വൈൻ കഴിക്കുകയായിരുന്നു, അതിനുശേഷം പാഞ്ചിയെ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അവൾ അതൊന്നും മനസ്സിലാക്കുന്നില്ല. അത് മാത്രമല്ല അവളുടെ ഒപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്യുകയാണ് എന്ന അസിസ്റ്റന്റ് നേരത്തെ ക്ലൂ നൽകിയിട്ട് പോലും അവൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കാതെ ഞാൻ എൻ്റെ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്, അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരികെ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ വേഗം സാധനങ്ങളും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഷെന്തുവിനാണെങ്കിൽ അവളെ എങ്ങനെ പിടിച്ചു നിർത്തണമെന്ന് അറിയില്ല. അവൾ പോകുന്നത് നോക്കി നിൽക്കാനേ അവന് പറ്റുന്നുള്ളൂ. ഈ അവസരം മുതലെടുത്ത് എന്തോ ചെയ്യാൻ ഷെന്തുവിൻ്റെ അസിസ്റ്റന്റ് അവന് ഉപദേശം നൽകുന്നുണ്ട്. യാൻഷിങ് സ്വന്തം വീട്ടിലെത്തി കുറച്ചു നേരം അമ്മയുമായി സംസാരിച്ചിരിക്കുന്നു. അമ്മ ഓരോന്ന് പറയുന്ന കൂട്ടത്തിൽ ഷെൻഹുവയെ പറ്റിയും പറയുന്നുണ്ട്. അമ്മയെപ്പോലുള്ള വീട്ടമ്മമാരെല്ലാം ഷെൻഹുവയെ ഒരു സൂപ്പർ വുമണായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്, അവരെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ അമ്മയോട് സംസാരിച്ചതിൽ നിന്ന് യാൻഷിങ്ങിന് മനസ്സിലാവുന്നു. ഷെൻഹുവ ഇങ്ങനെ കൊലപാതകങ്ങൾ നടത്തുന്ന ഒരു ക്രിമിനൽ ആണ് എന്ന് അമ്മയ്ക്കൊന്നും അറിയില്ല. അമ്മയ്ക്കൊപ്പം കുറെ സംസാരിച്ചിരുന്ന ശേഷം അവൾ ഫാമിലിക്കൊപ്പം ഡിന്നർ കഴിക്കാനായി ഇരിക്കുന്നു. സാവയും ഹാനും ഉൾപ്പെടെ അവളുടെ വീട്ടിലെ മിക്കവാറും അംഗങ്ങളെല്ലാവരും അവിടെ ഉണ്ട്. അവർ ഭക്ഷണം കഴിക്കാനായി തുടങ്ങുന്ന സമയത്താണ് ഷെന്തു അവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഒരു ജോലിക്കാരൻ വന്ന് അറിയിച്ചത്. അതോടെ എല്ലാവർക്കും ആകെ വെപ്രാളമാവുന്നു. ഇതിനു മുമ്പ് ഷെന്തു അവിടെ എത്തിയത് സാവയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ. ഇപ്പോൾ ആരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ ഈ സമയത്ത് വന്നിരിക്കുന്നത് എന്നോർത്ത് എല്ലാവരും ആകെ ടെൻഷനാവുന്നു. സാവയും ഹാനും വേഗം അവിടെ നിന്ന് അകത്തെ മുറിയിൽ പോയി ഒളിക്കുന്നുമുണ്ട്. പക്ഷേ യാൻഷിങ്ങിൻ്റെ ബ്രദർ മാത്രം ഇത്തവണ ഷെന്തുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഷെന്തു എന്താ വല്ല ചെകുത്താനുമാണോ, നിങ്ങളെല്ലാവരും എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബ്രദർ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടപ്പോൾ യാൻഷിങ് പോലും അത്ഭുതപ്പെടുന്നുണ്ട്. നീ എന്താണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷെന്തു നിന്നെ അറസ്റ്റ് ചെയ്ത് പോയതിന് ശേഷം ഇങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അവൻ്റെ അമ്മ അവനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊരു സീക്രട്ടാണ് എന്ന് മാത്രം അവൻ പറയുന്നു. അവനും ഷെന്തുവുമായി എന്ത് ഡീലാണ് എന്ന് യാൻഷിങ്ങിനും മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് ഷെന്തു അങ്ങോട്ടേക്ക് എത്തിയത്. ആദ്യം എല്ലാവരും ആകെ പേടിച്ചാണ് നിൽക്കുന്നത്. യാൻഷിങ് മാത്രം നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന മട്ടിൽ അവനെ നോക്കുന്നുണ്ട്. ഷെന്തു ആദ്യം മസിൽ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും യാൻഷിങ്ങിനൊപ്പം ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ് അവർക്കൊപ്പം ഭക്ഷണം കഴിക്കാനായി ചെന്നിരിക്കുന്നു. അവൻ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ബാക്കി എല്ലാവരും ചുറ്റും ഇരിക്കുന്നുണ്ട്. നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് യാൻഷിങ് എല്ലാവരും കേൾക്കെ അവനോട് ചോദിക്കുന്നുമുണ്ട്. അവൻ എന്ത് മറുപടി പറയണമെന്നറിയാതെ ആകെ ചമ്മുന്നു. ഇങ്ങനെ പരസ്യമായി ചോദിച്ചതിന് അവളുടെ അമ്മയും അച്ഛനുമൊക്കെ അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും സീൻ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ പറയുന്നു. കഴിക്കാൻ തുടങ്ങിയപ്പോൾ യാൻഷിങ്ങിനെ കെയർ ചെയ്യുന്ന രീതിയിൽ ഷെന്തു അവളുടെ പാത്രത്തിലേക്ക് കറികളൊക്കെ എടുത്ത് വെക്കാൻ തുടങ്ങുന്നു. എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് അവനിത് ചെയ്തത്. അവൻ എഴുന്നേറ്റതോടെ ബാക്കി എല്ലാവരും എഴുന്നേൽക്കുന്നുണ്ട്. യാൻഷിങ്ങും എഴുന്നേൽക്കാൻ തുടങ്ങിയെങ്കിലും അവൻ ബലമായി അവളെ പിടിച്ചിരുത്തിയിട്ട് അവളുടെ പാത്രത്തിലേക്ക് ഓരോ ഡിഷസ് ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയധികം നൽകുന്നത് എന്തിനാണ് എന്ന് യാൻഷിങ് ചോദിച്ചപ്പോഴാണ് അവൻ മതിയാക്കിയത്. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ചിക്കൻ പീസ് മുഴുവനായി എടുത്ത് അവൻ അവൾക്ക് നൽകുന്നു. ഇവൻ ഇതെന്താണ് പറ്റിയത് എന്ന മട്ടില്ല യാൻഷിങ് അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഷെന്തു അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൾക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങുന്നു. അവനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ചേച്ചിയോട് കുറച്ച് സമയം കൂടി സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഞാൻ തനിയെ വീട്ടിലേക്ക് വന്നോളാം, നീ പോയിക്കോളാൻ യാൻഷിങ് അവനോട് പറയുന്നുണ്ട്. പക്ഷെ അവൾ വരുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. എത്ര സമയം വേണമെങ്കിലും ചേച്ചിയോട് സംസാരിച്ചോളാൻ അവൻ പെർമിഷൻ നൽകുന്നു. നിന്റെ ഉദ്ദേശം ഇത് എന്താണെന്ന മട്ടിൽ യാൻഷിങ് അവനെ തുറിച്ചു നോക്കുന്നുണ്ട്. അവൻ അതിന് മറുപടി ഒന്നും നൽകുന്നില്ല. ഈ സമയത്താണ് അവളുടെ ബ്രദർ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ
തക്ക സമയത്ത് നൽകിയ ടിപ്പ് കൊണ്ട് അവരെ എന്തായാലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞല്ലോ, എൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചത്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം പാഞ്ചി ഉൾപ്പെടെ ഉള്ളവരെ രക്ഷപ്പെടുത്താൻ തക്ക സമയത്ത് ഷെന്തുവിന് ടിപ്പ് നൽകിയത് ബ്രദറാണ് എന്നുള്ള വിവരം യാൻഷിങ്ങും മറ്റുള്ളവരും അറിയുന്നത്. ഷെന്തു അവൻ്റെ ബുദ്ധിയെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. എക്സാം പാസ്സായി കഴിഞ്ഞാൽ കൂടുതൽ പ്രമോഷൻ നൽകാനൊക്കെ തന്നെ സഹായിക്കണമെന്ന് ബ്രദർ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അച്ഛൻ അവൻ്റെ വാ പൊത്തിയിട്ട് അവനെ പിടിച്ച് മാറ്റുന്നു. മകൻ്റെ വിവരക്കേട് ക്ഷമിക്കണമെന്ന് ഷെന്തുവിനോട് അപേക്ഷിക്കുന്നുമുണ്ട്. ശരിക്കും പാഞ്ചിയൊക്കെ ഷെന്തു തന്നെയാണ് രക്ഷിച്ചത് എന്ന് യാൻഷിങ്ങിന് ഇപ്പോഴാണ് വിശ്വാസമായത്. അതോടെ അവൾക്ക് ചെറിയ സന്തോഷമാവുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം യാൻഷിങ്ങിൻ്റെ അച്ഛൻ ഷെന്തുവിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ആർട്ട് വർക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നു. പല പ്രശസ്തരായ കവികളുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ ഓരോ വർക്കുകൾ അദ്ദേഹം ഇമിറ്റേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത് അവിടെ ഒരു മുറിയിൽ ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നത്. ശരിക്കും ആ വ്യക്തികൾ എഴുതിയിരിക്കുന്ന അതേ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെയാണ് അദ്ദേഹം അത് പകർത്തി എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവിനെ ഷെന്തു അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് യാൻഷിങ്ങിൻ്റെ അമ്മ അവിടേക്ക് വന്നിട്ട് ഷെന്തുവിൻ്റെ അച്ഛൻ്റെ ഒരു വർക്ക് അദ്ദേഹം പകർത്തിയതിനെ പറ്റി അവനോട് പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യം അദ്ദേഹം ചെയ്തിരുന്നതിനെ പറ്റി ഷെന്തുവിന് അറിയാമായിരുന്നില്ല. അത് മാത്രമല്ല, അവരത് പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്തോ വലിയ അബദ്ധം പറയുന്നത് പോലെയാണ് യാൻഷിങ്ങിൻ്റെ അച്ഛന് ഫീൽ ചെയ്തത്. പക്ഷെ അവർ അത് മനസ്സിലാക്കാതെ മുമ്പൊരു തവണ യാൻഷിങ്ങിൻ്റെ അച്ഛൻ അവൻ്റെ അച്ഛൻ്റെ വർക്കുകൾ കോപ്പി ചെയ്തത് അവന് കാണിച്ചു കൊടുക്കുന്നു. തൻ്റെ അച്ഛൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എന്തിനാണ് അദ്ദേഹം കോപ്പി ചെയ്തത് എന്ന കുറിച്ച് സംശയത്തോടെ ഷെന്തു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. എനിക്ക് മറ്റുദ്ദേശങ്ങളൊന്നുമില്ലായിരുന്നു, വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അവനതത്ര വിശ്വാസമാവുന്നില്ല. ആ പേപ്പറുകൾ അവനെടുത്ത് പരിശോധിക്കുന്നുണ്ട്. ശരിക്കും അച്ഛൻ്റെ ഹാൻഡ് റൈറ്റിംഗ് പോലെ തന്നെയാണ് അതെന്ന് കണ്ട് അവൻ പോലും അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. താൻ ചെയ്തത് എന്തോ വലിയ അബദ്ധമാണ് എന്ന് യാൻഷിങ്ങിൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഷെന്തു ആദ്യം മസിൽ പിടിച്ച് നിന്നിരുന്നെങ്കിലും പിന്നീട് കുഴപ്പമില്ല, എൻ്റെ അച്ഛനൊരു ക്രിമിനൽ ആയതുകൊണ്ട് അദ്ദേഹവുമായി കണക്ഷൻ ഉണ്ട് എന്ന് പറയാൻ ആരും ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് ആ പേപ്പറുകൾ കയ്യിലെടുക്കുന്നു. ഇപ്പോഴാണ് അവൻ്റെ അച്ഛനൊരു ക്രിമിനൽ ആയിരുന്നുവെന്ന് യാൻഷിങ്ങിൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അവർ അബദ്ധം പറ്റിയതുപോലെ നിൽക്കുകയാണ്. അവൻ ആ പേപ്പറുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് യാൻഷിങ്ങിൻ്റെ അച്ഛൻ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുട്ടിക്കാലം മുതലേ ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയ ഫാൻ ആയിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അനുകരിക്കാൻ ശ്രമിച്ചിരുന്നു. ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ ഷാർപ്പായിട്ടുള്ള രീതിയിലായിരുന്നു. പക്ഷേ പ്രായം കൂടി വന്ന സമയത്ത് ചെറിയ വളവുകളും തിരിവുകളും ഒക്കെ വന്നു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് എനിക്കത് അനുകരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഷെന്തുവിൻ്റെ മനസ്സിൽ ഈ സമയത്ത് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിലും അവനത് തുറന്ന് പറയാതെ ആ പേപ്പറുകളുമായി എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്നുടനെ തന്നെ പോകുന്നുണ്ട്. അവൻ പോയി കഴിഞ്ഞപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചതെന്ന് ചോദിച്ച് യാൻഷിങ്ങിൻ്റെ അച്ഛൻ അമ്മയെ കുറെ വഴക്ക് പറയുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന് ഞാൻ എങ്ങനെ അറിയാനാണെന്ന് ചോദിച്ച് അമ്മ തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നുണ്ട്. വീട്ടിലെത്തിയ ഷെന്തു അവിടെ സൂക്ഷിച്ചിരുന്ന അച്ഛൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഒരു ഫാൻ എടുത്ത് നോക്കുന്നുണ്ട്. സത്യത്തിൽ അച്ഛന് വലത്തെ കൈക്ക് ഒരു അമ്പേറ്റതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിന് മാറ്റം വന്നു തുടങ്ങിയത്. ആ വിവരം അവൻ അറിയാമായിരുന്നു. ആ ഫാനിലുണ്ടായിരുന്ന ഹാൻഡ് റൈറ്റിങ്ങും ഇപ്പോൾ യാൻഷിങ്ങിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ പേപ്പറിലെ ഹാൻഡ് റൈറ്റിങ്ങും തമ്മിൽ അവൻ കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. തൻ്റെ അച്ഛനെ രാജ്യദ്രോഹിയാക്കാൻ വേണ്ടിയിട്ട് യാൻഷിങ്ങിൻ്റെ അച്ഛനായിരിക്കുമോ അന്ന് വ്യാജ കത്ത് എഴുതിയത് എന്നൊരു സംശയം അവൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നുണ്ട്. ചുറ്റും ഒരു സ്വർണ്ണമോതിരമൊക്കെ റെഡിയാക്കിക്കൊണ്ട് വീണ്ടും അമ്മയുടെ ശ്മശാനത്തിലേക്ക് പോയി ലുവോഷിയെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറേ സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ അവിടെ എത്തുന്നു. പതിവ് പോലെ മാസ്ക് ധരിച്ചാണ് വന്നിരിക്കുന്നത്. അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അവൾ സ്വർണ്ണമോതിരം അവന് നീട്ടുന്നു. അവൻ്റെ ബർത്ത് മാർക്കുള്ള ഭാഗത്ത് അതുകൊണ്ട് ഉരസിയാൽ അത് മാറാൻ സാധ്യതയുണ്ട് എന്ന് കൂട്ടുകാരിൽ നിന്ന് കിട്ടിയ വിവരവും അവൾ പറയുന്നുണ്ട്. എന്തായാലും ലുവോഷി അത് കയ്യിൽ വാങ്ങുന്നു. അത് നൽകാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നത് എന്നറിഞ്ഞപ്പോൾ ഇന്ന് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ എന്ന് അവൻ ചോദിക്കുന്നു. ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നാളെയും വന്നേനെ, നാളെ വന്നില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസവും വന്നേനെ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ വന്നു കഴിയുമ്പോൾ എപ്പോഴെങ്കിലും നീ ഇവിടെ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നവൾ ചിരിച്ചുകൊണ്ട് പറയുന്നു. അവൻ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് അതിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അവളത് കയ്യിൽ വാങ്ങിയിട്ട് അവൻ്റെ കൈയുടെ പുറത്തായി എങ്ങനെയാണ് ഇത് ബർത്ത് മാർക്കിൽ ഉരസേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുന്നു. ഈ സമയത്ത് അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇടയ്ക്ക് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ അങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ട് പെട്ടെന്ന് എന്തോ ഫീൽ ചെയ്യുന്നു. അങ്ങനെ അവൾ പെട്ടെന്ന് പിന്മാറിയിട്ട് മോതിരം അവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ലുവോഷി അത് തൻ്റെ വിരലിൽ അണിയുന്നുണ്ട്. ഇത്ര വില കൂടിയ ഒരു ഗിഫ്റ്റ് എന്തിനാണ് എനിക്ക് തന്നത് എന്നും അവൻ ചോദിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഇത് അത്ര വിലപിടിപ്പുള്ളതല്ല, ഗോൾഡ് എനിക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. അത് മാത്രമല്ല ഇതുപയോഗിച്ച് നിൻ്റെ ബർത്ത് മാർക്ക് മാറി നിനക്ക് മാസ്കൊക്കെ മാറ്റി ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ് എന്നവൾ ചിരിച്ചുകൊണ്ട് പറയുന്നു. ലുവോഷി അവളോട് കുറച്ച് സ്നേഹം തോന്നിയതുപോലെ അവളുടെ മുഖത്തേക്ക് തൊടാനായി കൈ ഉയർത്തിയതാണ്. പക്ഷെ പെട്ടെന്ന് പിൻവലിച്ചിട്ട് മോതിരം തനിക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു.